പാസ്പോർട്ട് എടുക്കാൻ വേഗത്തിൽ സഹായിക്കാൻ, ഒരുത്തന്റെ വീടിന് കറണ്ട് കിട്ടാൻ വേഗത്തിൽ സ്പെഷ്യൽ ഓർഡർ വാങ്ങാൻ, ഇതൊക്കെ മനുഷ്യ സഹായമാണ്. ഒരാളെ മകളെ കെട്ടിക്കുവാൻ പൊതു ഫണ്ട് പിരിവ് നടത്താൻ KMCC പ്രതിനിധി ഇവിടെ ഉണ്ട്. എത്ര പെൺകുട്ടികളെ മുസ്ലിം ലീഗിന്റെ തണലിലുള്ള KMCC വഴി ഇവർ കെട്ടിച്ചു. എത്ര സാധുക്കൾക്ക് ഇവർ വീടുണ്ടാക്കി കൊടുത്തു. നമുക്കൊരു കുടയുണ്ടായത് കൊണ്ടല്ലേ കുടക്കീഴിൽ അവർ നിന്നത്. അപ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ പിരിക്കാനും വളർത്താനും കഴിഞ്ഞത്. എത്ര ആളുകൾ അതിനു വേണ്ടി സേവനം ചെയ്തു. മാത്രമല്ല, നിങ്ങളുടെ വെളിപ്പാടകലല്ലേ മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന പാവങ്ങളായ ആളുകൾക്ക് CH സെന്റർ ചെയ്യുന്ന എന്തൊക്കെ പ്രവർത്തനം നിങ്ങൾക്കറിയാം. പരിശുദ്ധ റമദാനിൽ നോമ്പ് തുറപ്പിക്കാൻ പോലും രോഗികൾക്ക് സംവിധാനം. ആരാ ഇതൊക്കെ ഏറ്റെടുക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ. നമ്മുടെ പൂർവ്വകാല ചരിത്രം അതിൽ സേവന പ്രവർത്തനമാണ്. പാവപ്പെട്ടവന് ഉപകാരം ചെയ്യുക. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു കൊടുത്തു, വഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ. ഒരു സമുദായാംഗത്തിന് എന്തെങ്കിലും ഒരു ഗുണം, ഒരു സന്തോഷം അവന്റെ മനസ്സിൽ സന്നിവേശിപ്പിക്കലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം. ആ പ്രവർത്തനത്തെ റസൂലുള്ളാഹി വിശദീകരിച്ചു, തക്ഷിഫു അൻഹു ഖുർബതൻ ഔ തഖ്ദി അൻഹു ദൈനൻ ഔ തത്റുദു അൻഹു ജുഅൻ. അവന്റെ വിശപ്പകറ്റുകയോ അവന്റെ കടം വീട്ടുകയോ അവന്റെ വിഷമം തീർക്കുകയോ ചെയ്യുന്ന പ്രവർത്തനം. അത്തരമൊരു സന്തോഷം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താൽ, എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, എന്റെ സുഹൃത്തിന്റെ കൂടെ അവന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി നടക്കുന്നത് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ് ശഹ്റ, ഈ പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ, എന്റെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഒരു പാവപ്പെട്ടവന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി കൂടെ ഇറങ്ങി നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ഒരു പാവപ്പെട്ടവന്റെ മോളെ കെട്ടിക്കാൻ, ഒരു പാവപ്പെട്ടവന് വീടുണ്ടാക്കി കൊടുക്കാൻ, ഒരു കുട്ടിക്ക് കോളേജ് അഡ്മിഷനായി കൊടുക്കാൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്റെ പൊതുപ്രവർത്തന കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേതാക്കളുടെ അടുത്തേക്കോ ശുപാർശക്കാരുടെ അടുത്തേക്കോ പോകുന്നുവെങ്കിൽ, ഫോൺ ചെയ്യുന്നുവെങ്കിൽ, എടുത്തു കൊടുക്കുന്നുവെങ്കിൽ, അതൊക്കെ സേവനമാണ്. ആ സേവനം ഇബാദത്താണെന്ന് ദീൻ പഠിപ്പിക്കുന്നു. അതിനൊരു ഭൂമിക വേണം. ആരെങ്കിലും എടുത്തു കൊടുത്താൽ ആരും സ്വീകരിക്കില്ല. നമ്മൾ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിൻബലത്തിൽ കത്ത് കൊടുത്താലോ പരിഗണിക്കേണ്ടി വരും. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും അതിന്റെ ഗൗരവം പാർട്ടിക്ക് കിട്ടും, അതിന്റെ ഗൗരവം ഒരു സംഘടിത ശക്തിക്ക് കിട്ടും. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം വേണ്ടേ നമുക്ക്? ഒന്നിരുന്ന് ചിന്തിച്ചുകൂടെ? എങ്കിൽ നമ്മൾ ഈ നേതൃത്വവും നമ്മുടെ ബന്ധമാണ് രൂഢമൂലമാക്കേണ്ടത്. കുറവുകൾ ഉണ്ടാകും. നമ്മുടെ കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, കമാ തകൂനുന കദാലിക യുഅമ്റു അലൈക്കും എന്നാണ്. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നിങ്ങളുടെ നേതാക്കളും. നിങ്ങൾ നന്നോ നേതാക്കൾ നന്നാവും. സമൂഹം മൊത്തം നന്നാവരാണ് പ്രശ്നം. ഇവിടെ 100% നന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സംഘടന എടുത്തു ധരിക്കും. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിലെങ്കിലും മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റൊരു പാർട്ടിയെ കുറിച്ച് പറയൂ. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നാക്കിയാൽ വളരെ മനോഹരമായ ഇബാദത്താക്കാൻ നമ്മുടെ പ്രവർത്തനം കഴിയും. അതിന് ഓരോരുത്തരും തീരുമാനിക്കണം. ഓരോരുത്തരും അങ്ങനെ തീരുമാനിക്കേണ്ടത്. അപ്പോഴാണ് നേതൃത്വവും മണികളും നമ്മുടെ ബന്ധമുണ്ടാകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഖിയാറു അഇമ്മത്തികും അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും. ഏറ്റവും നല്ല നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. വതുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നേതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ശിഹാബ് തങ്ങളുടെ അവസ്ഥ നോക്ക്. നിങ്ങൾ ശിഹാബ് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണ്. എന്താ? നിങ്ങൾക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? ഈ അണികളോട് അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്. ഇതാണ് നല്ല നേതാവ്. വശിറാറു അഇമ്മത്തികും അല്ലദീന തുബിഊനഹും വയുബിഊനകും. മോശപ്പെട്ട നേതാവ് ആരാ? നിങ്ങൾ അയാളെയും ശപിക്കും, അയാൾ നിങ്ങളെയും ശപിക്കും. അതുപോലെ തന്നെ അയാൾ നിങ്ങളോട് ദേഷ്യപ്പെടും, നിങ്ങൾ അയാളോട് ദേഷ്യപ്പെടും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടും. അങ്ങനത്തെ നേതാക്കൾ സത്യത്തിൽ പ്രാദേശിക ഘടകം മുതൽ ജനങ്ങളോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന നേതാക്കളെ വളർത്തിക്കൊണ്ടുവരണം. നല്ല സ്വഭാവമുള്ളവരെ വളർത്തിക്കൊണ്ടുവരണം. മാത്രമല്ല, വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്നു, സഅല സലമത്ത് ഇബ്നു യസീദ്. സലമത്ത് ഇബ്നു യസീദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനോട് ചോദിച്ചു. എന്ത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അറഅയ്ത ഇൻ ഖാമത് അലൈനാ ഉമറാഉ യസ്അലൂനാ ഹഖ്ഖഹും വയംനഊനാ ഹഖ്ഖനാ. ഞങ്ങളുടെ ഭരണാധികാരികൾ ഞങ്ങളോട് അവരുടെ അവകാശം ചോദിക്കുന്നു, ഞങ്ങളുടെ അവകാശം അവർ തടയുന്നു. നേതാക്കൾ വന്നിട്ട് ഞങ്ങളോട് ചിലത് ചോദിക്കുന്നു, ഞങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ഞങ്ങൾ നേതാക്കളോട് എന്തെങ്കിലും ചോദിച്ചാൽ നേതാക്കളൊന്നും ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല. ഈ പരാതി അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോട് ഇയാൾ ചോദിച്ചു, ഫമാ തഅ്മുറുന, എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം. ഇന്ന് നമ്മുടെ കുട്ടികൾ പറയും പോലെ നേതാക്കൾ നമ്മളോട് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ അങ്ങോട്ട് പറയുന്നൊന്നും നേതാക്കൾ കേൾക്കുന്നില്ല. എന്തു ചെയ്യും? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. പക്ഷേ പറയുന്നതിന് മുമ്പ് ഒരു പ്രവർത്തനം ഹദീസിൽ പറയുന്നുണ്ട്, ഫഅറള അൻഹു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അയാളിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു. നേതൃത്വത്തെ വിമർശിക്കുന്നതിനെ പ്രവാചകർ എതിർത്തു എന്നാണ് അതിന്റെ അർത്ഥം. നേതൃത്വത്തെ വിമർശിക്കരുത്, ഒരു വിശ്വാസമുള്ള നേതൃത്വത്തെ അവിശ്വസിക്കരുത്. അതിന്റെ ബോഡിയിൽ പറഞ്ഞോ. എന്നിട്ട് പ്രവാചകർ പഠിപ്പിച്ചു കൊടുത്തു സംഘടനാ ശാസ്ത്രം എന്ത്? ഇസ്മഉ വഅതിഉ.
ഇസ്മഉ വഅതിഉ. നേതാക്കൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കലും അനുസരിക്കലുമാണ് നിങ്ങളെ കടമ. എന്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്ന ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മുസ്ലിം ലീഗുകാരാണെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ എന്ത് പറഞ്ഞോ അത് അംഗീകരിക്കലാണ് നിങ്ങളുടെ കടമ. പിന്നെ നിങ്ങൾ മേലും കീഴും നോക്കണ്ട. നിങ്ങൾക്കൊരു നല്ല നേതൃത്വമുണ്ട് എന്ന വിശ്വാസം ആദ്യം വേണം. നിങ്ങൾ അവർ വഴിപഴപ്പിക്കില്ല എന്നുള്ള ബോധം വേണം. നേതാക്കൾ പറഞ്ഞാൽ മറ്റൊരുത്തം പറയുന്നതിന് ചെവി കൊടുക്കരുത്, നിങ്ങൾ അത് അംഗീകരിക്കണം. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു ഫഇന്നമാ അലൈഹിം മാ ഹുമ്മിലു. ഫഇന്നമാ അലൈഹിം മാ ഹുമ്മിലു എന്താ പറഞ്ഞതിനർത്ഥം? ഫഇന്നമാ അലൈഹിം മാ ഹുമ്മിലു എന്ന് പറഞ്ഞാൽ ഇവരെ ചുമതലപ്പെടുത്തിയതിൽ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്താ അതിനർത്ഥം? ഇവരെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിൽ പെട്ടു? അവരെ ചുമതലാബോധം മാത്രമല്ല, ഓരോരുത്തരുടെയും ചുമതല എന്താ? കുല്ലുക്കും റായിം വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നേതാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവരുണ്ടല്ലോ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും പ്രതീകാത്മകമായിട്ടാണ്. ഈ നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ പഞ്ചായത്ത് നേതാവാവട്ടെ, മണ്ഡലം നേതാവാവട്ടെ, ജില്ലാ നേതാവാവട്ടെ, സംസ്ഥാന നേതാവാവട്ടെ, അഖിലേന്ത്യാ നേതാവാവട്ടെ, ആ നേതാക്കൾ ഇരുന്നിട്ട് നീ പ്രസ്ഥാനത്തെ വെച്ചുകൊണ്ട് നിങ്ങളെ അവർ നേർവഴിക്കല്ല നയിച്ചത് എങ്കിൽ, ഈ നല്ല പ്രവർത്തന ശേഷിയുള്ള ആളുകളെ തെറ്റായ വഴിക്കാണ് നയിച്ചതെങ്കിൽ പടച്ച റബ്ബിനോട് നാളെ സമാധാനം പറയേണ്ടി വരും. നിങ്ങളെ വെച്ച് അഴിമതി ചെയ്താൽ, നിങ്ങളെ വെച്ച് സ്വജനപക്ഷപാതം കാണിച്ചാൽ ഈ നേതാക്കളെ നാളെ പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു വഅലൈക്കും മാ ഹുമ്മിൽതും. നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ സംഘടനയെ പൊളിക്കുന്ന പ്രവർത്തനം നിങ്ങൾ ചെയ്താൽ, സംഘടനാ നേതൃത്വത്തെ ധിക്കരിക്കുന്ന പ്രവർത്തനം നിങ്ങൾ ചെയ്താൽ നിങ്ങളും പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. ചായക്കടയിൽ ഇരുന്നിട്ട് ഒരുത്തൻ ബാപ്പയ്ക്ക് തങ്ങളുടെ കാലത്തെ ലീഗ് അല്ല ഇപ്പത്തെ ലീഗ് എന്ന് പറയുമ്പോൾ സംഗതി ശരിയാണോ എന്നല്ല പറയേണ്ടത്. ബാപ്പയ്ക്ക് തങ്ങൾ മരിച്ചുപോയി, എന്താ ലീഗിന് കുഴപ്പമെന്ന് തിരിച്ചു ചോദിക്കണം. എന്താ മുസ്ലിം ലീഗിന് പ്രശ്നം അവനോട് തിരിച്ചു ചോദിക്കണം. അത് ചോദിക്കാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ? കുട്ടികൾ അവന്റെ കൂടെ കൂടി പറയും, ചായക്കടയിൽ എന്നിട്ട് പറയും ബാപ്പയ്ക്ക് തങ്ങളുടെ കാലത്ത് ലീഗ് നന്നായിരുന്നു, പൂക്കോയത്തങ്ങളുടെ കാലത്തും തരക്കടില്ലായിരുന്നു, ഇപ്പൊ ലീഗ് മോശം, ഒക്കെ അവനവന്റെ കീശയിലേക്ക് പണം ഉണ്ടാക്കാനുള്ള പാർട്ടിയാണെന്ന് പറയും. അത് നമ്മുടെ മനസ്സിനെ കൊല്ലാനുള്ള ഒരു ആസൂത്രണ വിദ്യയാണ്, പ്രചരണമാണ്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും അപചയം വരില്ല. എന്തുകൊണ്ട്? മഹാന്മാരായ നേതാക്കളെ കെട്ടിപ്പടുത്തത്. പിന്നെ ആർക്കാ അപചയം? സമൂഹത്തിന് വരും. നിസ്കരിക്കാത്ത മനുഷ്യന്മാരില്ലേ, മദ്യപിക്കുന്ന മനുഷ്യരില്ലേ, വൃത്തികേട് ചെയ്യുന്നവരില്ലേ, എന്നതുപോലെ പാവപ്പെട്ടവന് വല്ലതും അനുവദിച്ചു കൊടുക്കുമ്പോൾ അതിന് കൈയിട്ട് വാരി അഴിമതി കാണിക്കുന്നവരുണ്ടാവും. അത്തരക്കാരെ മാറ്റി